സാർ അയാൾ നിന്റെ കഴപ്പൊക്കെ ഞാൻ തീർത്തിയാണ്. ഈ നായിന്റെ മോനെടുത്ത് സ്റ്റോർ റൂമിലിട്. സാറേ, എനിക്കെൻ്റെ അടുത്ത വാർഷികമെങ്കിലും ഒന്ന് ആഘോഷിക്കണമെന്നുണ്ട് സാറേ. ഇവിടെ നിന്നാൽ എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല സാറേ. എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി ഞാൻ നടന്നിറങ്ങി പോയിക്കോളാം സാറേ. അങ്ങനെ നീ മാത്രമായിട്ട് ഇപ്പം ആഘോഷിക്കണ്ട, നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് ആഘോഷിക്കാം. അയ്യോ സാറേ, ഇവരെല്ലാവരും എനിക്ക് സ്റ്റോർ റൂമിൽ കിട്ടണം. സാറേ ഞാൻ നിനക്കിതിന്നൊക്കെ ഊരണമെങ്കിൽ ഇനി ഞാൻ വിചാരിക്കണം. ഈ രാത്രി ഞാനൊന്ന് ആഘോഷിക്കാൻ പോവുക. അതൊന്ന് കളറാക്കാൻ നിന്റെ ബാൻഡ് ടീമിനെ ഇവിടെ വേണം. ഈ സമയത്ത് വിളിച്ചാൽ അവർ വരില്ല സാറേ. നീ വിളിച്ചാൽ ഏത് നട്ടപ്പാരയ്ക്ക് അവന്മാർ പറന്നു വരും. ഇനി വന്നില്ലെങ്കിൽ എൻ്റെ എയർഫോഴ്സ് നിന്റെ ജാക്സൺ ബസാർ കയറി ഇറങ്ങും. എൻ്റെ ഫോൺ എടുത്തു കൊടുത്തേക്ക്. ഹലോ, രമേശൻ എങ്ങനെയുണ്ട്? ശങ്കരണ്ണ, രമേശൻ ഓക്കെയാണ്. ശങ്കരണ്ണന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാനാകെ പ്രശ്നത്തിലടാ. എന്താണ്? എന്നെ പോലീസ് പിടിച്ചു. ഒരു പുതിയ അയാൾക്കെന്തോ വട്ടാന്ന് തോന്നുന്നുണ്ട്. അയാൾക്ക് നമ്മുടെ കൊട്ടി ഇപ്പൊ തന്നെ കേൾക്കണമെന്ന്. സ്റ്റേഷനിൽ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഒരാളും ഇങ്ങോട്ട് വന്നു പോരുത്. പിന്നെ ഹൈവേക്കാരെങ്കിലും വിളിക്കുകയാണെങ്കിൽ പോയി അതിന്റെ നഷ്ടപരിഹാരം എന്തെങ്കിലും മേടിക്കണം. ആ ഒരു സ്ഥലം മാറാൻ പറഞ്ഞാൽ നമ്മൾ മാറിക്കൊടുക്കണം. ആ സ്ഥലത്ത് നമുക്ക് നമ്മുടെ ജാക്സൺ ബസാർ പോലീസുകാർക്ക് ശങ്കരണ്ണ, ഹലോ. അവന്റെ ഒരു ജാക്സൺ ബസാർ. എത്ര കാലം നമ്മളിങ്ങനെ ഓടുന്നു? നമുക്ക് ഓട്ടം മതിയാക്കാം. പാപ്പം പറഞ്ഞാ ശരി. എത്ര കാലം എന്ന് വെച്ചിട്ടാ നമ്മളിങ്ങനെ ഓടുക? നമുക്ക് ഈ ഓട്ടം മതിയാക്കാം. നാളെ ഞങ്ങളെ കണ്ടില്ലെങ്കിൽ നീ ചന്ദ്രൻ വക്കീലിനെ കൂട്ടി സ്റ്റേഷനിൽ വന്നാൽ മതി. അവർക്ക് ജാക്സൺ ബസാറിന്റെ ബാൻഡ് വേണല്ലേ കാണണ്ടേ? നമുക്ക് കാണിക്കാം. ഇവിടെയാണോ? ശരത്തെ. ആ സാറേ, ഒരു ചെറിയ പരിപാടിക്കുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിൽ ഉണ്ടാവില്ലേ? ആ അതൊക്കെ ഉണ്ട് സാറേ. വണ്ടി അകത്തോട്ട്. ഇതല്ലേ വണ്ടി? ആ സാറേ, ഞാൻ നോക്കിയൊക്കെയാണ്.
ഈ വണ്ടിയുടെ ആൾക്കാരെവിടെ? സാറേ അവന്മാർക്ക് ഒരു കയ്യബദ്ധം പറ്റിയതാ. ആയിക്കോട്ടെ, അവന്മാരെവിടെ? മര്യാദക്ക് അവന്മാരെവിടെയാന്ന് പറഞ്ഞാൽ നമ്മൾ അവരെയും കൊണ്ടുപോകും. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു ലോക്ക് ഇട്ടിട്ടേ നമുക്ക് ഒരുമിച്ചങ്ങ് പോവാല്ലേ? അതെ സാറേ. സർ, ഉത്തമൻ. മനസ്സിലായി. താനൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടല്ലടോ ഞാനിങ്ങോട്ട് പോകുന്നത്. അപ്പോഴെങ്ങനാ ഡ്യൂട്ടി തുടങ്ങുമല്ലേ? സാറ് വരുന്നവരെ ഇറങ്ങിയിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഡ്യൂട്ടി തുടങ്ങിയിരുന്നു സാർ. ആളെ സ്റ്റോർ റൂമിൽ എത്തിച്ചിട്ടുണ്ട്. അരവിന്ദ് സാർ പുറത്തല്ലേ? ആളെ കുറച്ചേരം കൂടി സ്റ്റേഷനിലേക്ക് എത്തിക്കാതിരുന്നാൽ മതി സാർ. അയാൾക്ക് പുലരുവോളം ഓടാനുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. താനങ്ങോട്ട് ചെല്ല്, ഞാൻ വരാം. സർ. ഹലോ. ഹലോ സാർ. അവന്മാരെ പൊക്കി. വെരി ഗുഡ്. സാർ, ഞാൻ എത്താൻ കുറച്ച് വൈകും. സാറേ, ഇവന്മാരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന അവർക്ക് കിട്ടാൻ പോണത് ആകെ 3000 രൂപയുടെ പെറ്റിയാ. ഈ നാട് മൊത്തം അവന്മാർ എന്നെ ഓടിച്ചിട്ടുണ്ട്. ഞാൻ അതിനുള്ളതൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് എത്തിയാൽ പോരെ സാറേ? മതി, താൻ പതുക്കെ വന്നാൽ മതി. ക്രമസമാധാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. ഉള്ള സമാധാനം തകർക്കുന്നവരെ കത്രിക പൂട്ടിട്ട് പൂട്ടാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കും. തന്നെപ്പോലെ നല്ല 2 പോലീസുകാരെ കൂടെ കിട്ടിയാൽ ഞാൻ ഈ നാടങ്ങ് നന്നാക്കിയെടുക്കും. സാർ, സാറിൻ്റെ ഒരു പുഷിലുണ്ടാണ് ഇവിടം വരെ എത്തിയത്. താങ്ക് യു സാർ. ശരി, എന്നാ കാര്യങ്ങൾ നെരിപ്പായി നടക്കട്ടെ. ഓക്കെ, ജയ് ഹിന്ദ് സാർ. ജാക്സന്മാരുടെ കൊട്ടുവെച്ച് എന്താരംഭിച്ചാലും വച്ചടി കയറ്റമാണെന്നാണല്ലോ കരക്കമ്പി. ജാക്സന്മാരൊക്കെ വന്ന സ്ഥിതിക്ക് കാർ ഓണറുടെ കേക്കും ജാക്സന്മാരുടെ കൊട്ടും സാക്ഷിയാക്കി ഞാൻ ഈ നസീറിനെ ഷീലെ അങ്ങ് ഒരുമിപ്പിക്കാൻ പോവുക. എതിരഭിപ്രായം ഇല്ലാത്തവർക്ക് മധുരം കഴിക്കാം. താങ്ക് യു സാർ. നാണം കൊടുക്കാവുന്ന കേക്ക് മുറിക്കടോ. അപ്പോഴെങ്ങനെയാ ശങ്കര, തുടങ്ങുകയല്ലേ? റെഡി? 1 2 3 4. നിർത്ത്. ഇതുപോലൊരു ആഘോഷ രാവിലെ വായിക്കാനുള്ളതാണോടോ ഇപ്പൊ വായിച്ചത്? എന്താ ഇത്ര ദുഃഖം? ഇവിടെ എല്ലാം സങ്കടക്കാരാണല്ലോ. ദേ നിൽക്കുന്നൊരു സങ്കടക്കാരി, നമ്മുടെ ഷഫ്ന. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നല്ലോ ഷഫ്നയുടെ അനിയത്തിയുടെ എൻഗേജ്മെൻറ്റ്. പെണ്ണ് കാണാൻ വന്നവർ അനുജത്തിയെ മതിയെന്ന് പറഞ്ഞ ഉടനെ കല്യാണപ്പെണ്ണിൻ്റെ കുപ്പായ അഴിച്ചു വെച്ച് വാപ്പയുടെ കുപ്പായ എടുത്തണിഞ്ഞു. എനിക്കതിൽ യോജിപ്പില്ല കേട്ടോ. ഞാൻ ഉമ്മാടെ അനിയത്തിയുടെയും പക്ഷത്താ. അനുജത്തിയുടെ എൻഗേജ്മെൻറ്റ് നടന്ന അന്നാണല്ലോ ഷഫ്നയുടെ ഉറക്കം കെടുത്തിയ സംഭവം നടന്നത്. ജാക്സന്മാരൊക്കെ കേൾക്കട്ടെ, ഷഫ്ന ഒന്ന് പറഞ്ഞു കൊടുക്ക്.